അടുത്ത ദിവസം മുതൽ നിയമസഭാ മണ്ഡലത്തിൽ സജീവമാകുമെന്ന് എ പ്രദീപ് കുമാർ എം.എൽ.എ. ഫലപ്രഖ്യാപനത്തിന് ഒരു മാസം കാത്തിരിക്കേണ്ടതിനാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടെ ഒരു മാസമായി നിശ്ചലമായ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ സജീവമാക്കാനാണ് എ പ്രദീപ് കുമാറിന്റെ തീരുമാനം. നിയമസഭാ അംഗം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായതോടെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു മാസമായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ സജീവമാക്കാനാണ് എ പ്രദീപ് കുമാറിൻ്റെ തീരുമാനം. എൻ്റെ എം.എൽ.എ. എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം ഇപ്പോൾ ഒരു മാസം ഏതാണ്ട് സ്തംഭിച്ചിരിക്കുകയാണ്. എൻ്റെ ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനതിൻ്റെ ഏതാണ്ട് ദൈനംദിനം എന്നോണം അതിൻ്റെ ഒരു മോണിറ്ററിങ് നടത്തുന്ന ആളാണ്. വർക്ക് സൈറ്റിൽ പോയിട്ടും എല്ലാം ചെയ്യുന്ന ആളാണ്. ശരിക്കുള്ള മേസ്തിരിപ്പണി നടത്തുന്ന. അപ്പോൾ അത് നിശ്ചലമായിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ നാളെ മുതൽ തന്നെ അതൊക്കെ വളരെ സ്പീഡ് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാവുന്ന കുറേ വർക്കുകളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു റിവ്യൂ മീറ്റിംഗൊക്കെ നടത്തി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും എന്നതാണ്. അപ്പോൾ എം.എൽ.എ. എന്ന നിലയിൽ ചെയ്തു തീർക്കേണ്ട കുട്ടികളുണ്ടാവില്ലേ, അപ്പോൾ അത് ഇത്തരം കാര്യങ്ങൾ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെയായാലും അതറിയാൻ ഒരു മാസക്കാലം കാത്തിരിക്കേണ്ടി വരും. അതുവരെ എം.എൽ.എ. എന്ന നിലയിൽ മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമാവുകയാണ് പ്രദീപ് കുമാറിൻ്റെ ലക്ഷ്യം. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കോഴിക്കോട്.